അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഈ മണിക്കൂർ ലഭ്യമാകുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് 3 പേരുടെ ജീവനെടുത്ത അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയുള്ള 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് വീണ് രാവിലെ രാവന്തിയോളം ജോലി ചെയ്ത് വിശ്രമിക്കാനിരുന്ന 3 തൊഴിലാളികൾക്ക് മുകളിൽ പതിച്ചു. 3 തൊഴിലാളികൾ മരിച്ചു. 5 പേർക്കാണ് ആകെ പരിക്കേറ്റത്. അതിൽ 3 പേർ ഇപ്പോൾ 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ആ ഞെട്ടിക്കുന്ന അപകടത്തിന്റെ പഴയങ്ങാടിലെ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നിഖിൽ പ്രമേശ് ചെയ്തു. നിഖിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ആളുകളൊക്കെ അങ്ങോട്ട് ഓടിക്കൂടുന്നത് മനസ്സിലാക്കുന്നു. ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇത് എപ്പോൾ ഏതാണ്ട് എങ്ങനെ സംഭവിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലപ്പഴക്കം തന്നെയാണ് കെട്ടിടം തകരാനുള്ള കാരണമെന്ന് ഏറെക്കുറെ സ്ഥിരീകരണമായിട്ടുണ്ടല്ലോ. സുഹൈൽ, ഈ അപകടം നടക്കുന്ന 12:58 CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ അപകടത്തിൽ നിന്ന് അതായത് നമുക്കിതിൽ ഈ കെട്ടിടം തകരുന്നത് കാണാൻ കഴിയുന്നില്ല. അത് ഞാൻ ആ CCTV ദൃശ്യം നേരിട്ട് പോയി പരിശോധിച്ചാണ്. ഈ സംഭവം നടക്കുന്ന തകർന്നു വീണ കെട്ടിടത്തിന്റെ നേരെ അഭിമുഖമായിട്ടുള്ള ഒരു കടയിലെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് ആ കടയിലേക്ക് വരുന്ന വാഹനങ്ങൾ, അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ, അതൊക്കെ പകർത്തുന്നതിന് വേണ്ടി വച്ചിരുന്ന ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഈ തകർന്ന കട പെട്ടിട്ടില്ല. പക്ഷെ അതിൽ നിന്ന് വ്യക്തമാണ് അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുടെ ഒരു ആഘാതം, ഒരു ഞെട്ടൽ. ആ 3 ജീവനുകൾ കവർന്നെടുത്തത് കൺമുന്നിൽ കണ്ടതിന്റെ ഷോക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ആളുകൾ തലയിൽ കൈവച്ചുകൊണ്ടാണ് ആ അപകടത്തെ അവർ വിശേഷിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ സംഭവം നടന്നതിന്റെ ഏക ദൃക്സാക്ഷി. ആ ഒരു CCTV ദൃശ്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ്. അതിൽ പക്ഷേ കെട്ടിടം തകരുന്നത് വ്യക്തമല്ലെങ്കിലും എന്തായിരുന്നു ആ അപകടം ഉണ്ടാക്കിയ ആഘാതം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷന്റെ മുന്നിൽ BJP നേതാക്കളുടെ പ്രതിഷേധം, കൗൺസിലർമാരടങ്ങുന്ന സംഘത്തിന്റെ പ്രതിഷേധം ഇങ്ങനെ തുടരുകയാണ്. വലിയ രീതിയിൽ ഒരുപക്ഷെ പ്രകാശ് ബാബുവിനൊക്കെ നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഒരുപക്ഷെ അല്പം പരുഷമായിക്കൊണ്ട് പോലീസ് പ്രകാശ് ബാബുവിനോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങളൊക്കെ ആരാണ് പ്രതിഷേധിക്കാൻ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. എന്നാൽ അവർക്കിവിടെ ശബ്ദമുണ്ട്, അവർ സാധാരണക്കാരുടെ ശബ്ദമാകാനാണ് ഇവിടെ വന്നത് എന്ന് പോലീസുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പരുഷമായാണ് അദ്ദേഹത്തോട് പോലീസ് പെരുമാറിയത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. 11:53 അപകടം ഉണ്ടാകുന്ന സമയത്തെ ദൃശ്യങ്ങളാണ് ഈ പറയുന്ന പോലെ തന്നെ. അപകടം നടക്കുന്നതിന്റെ എതിർമുഖത്തുള്ള CCTV ആണ്. അപകടത്തിന്റെ വ്യാപ്തി എന്തെന്ന് തിരിച്ചറിയാൻ അപകടം സംഭവിക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് ഓടിപ്പോകും നമ്മൾ കാണാം. അവരുടെ ആ ഞെട്ടലുണ്ട്. ആ ഞെട്ടൽ തന്നെ എത്രത്തോളം ഭീകരമായ അപകടമാണെന്ന് വ്യക്തമാകും. ഈ പറയുന്ന അപകടം നടന്ന സ്ഥലത്തെ ഓപ്പോസിറ്റ് ക്യാമറയിൽ പകർന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അപകട സമയം ഏതാണ്ട് 11:55 അപകടം ഉണ്ടാകുന്നത്. ഈ സ്ലാബ് ഈ പറയുന്ന തൊഴിലാളികൾക്ക് മുകളിലേക്ക് വീഴുന്നു. ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ, തിരക്ക് പിടിച്ച റോഡാണ്, രക്ഷാപ്രവർത്തന ആളുകൾ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ്. ആ വ്യാപ്തി തന്നെ, ആ അപകടത്തിന്റെ വ്യാപ്തി ഈ പറയുന്ന ആളുകളുടെ അവരുടെ എക്സ്പ്രഷൻ തന്നെ ഏറെക്കുറെ വ്യക്തമാണ്. അത്രത്തോളം നടക്കുന്നൊരു അപകടമാണ് വലിയങ്ങാടിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടത്തിന്റെ അനാസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ മണിക്കൂറുകൾ ചർച്ച കടക്കുന്നത്. 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതും രാവന്തിയോളം ജോലി ചെയ്യുന്ന, അവർക്ക് എടുത്താൽ പൊങ്ങാത്ത ചുമടുമായി ആ ചുമടെടുത്ത് കുടുംബം നോക്കുന്ന 3 പാവങ്ങൾക്കാണ്, സാധാരണക്കാർക്കാണ്. അവരുടെ മരണത്തിന് ഉത്തരവാദികളുണ്ട്. അതിൽ ഉത്തരവാദിത്തം പറയേണ്ടി വരും. പക്ഷെ ആ ഉത്തരവാദിത്തം പറയേണ്ട കോർപ്പറേഷൻ പ്രതിപക്ഷ അംഗങ്ങളെ പോലും അകത്ത് കയറ്റാത്ത രീതിയിൽ പുറത്തുനിന്ന് ഗേറ്റ് അടിച്ച് അകത്ത് പ്രതിരോധ കോട്ട തീർത്തിരിക്കുകയാണ്. പോലീസിനെ കൊണ്ട് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. കോർപ്പറേഷൻ അടക്കം അങ്ങോട്ടേക്ക് ചെല്ലാൻ, കോർപ്പറേഷൻ അംഗങ്ങൾക്ക് പോലും അങ്ങോട്ട് കയറാൻ പറ്റാത്ത സ്ഥിതിയിൽ ഒരു പ്രതിരോധ കോട്ട തീർത്ത് വിശദീകരണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഈ പറയുന്ന കോർപ്പറേഷൻ ഭരണപക്ഷം ഉണ്ടായിരിക്കുക. സ്വാഭാവികമായും ഇനി നമ്മൾ പോകുന്നത് ഈ അപകടം നടന്ന വലിയങ്ങാടിയിലേക്ക് തന്നെയാണ്. അജി കുഞ്ഞുമോ നമ്മുടെ ചെയ്തു. അജി, നിലവിൽ അവിടെയുള്ള ഒരു തൽസ്ഥിതി എന്താണ്? ഈ പറയുന്ന സ്ലാബുകളൊക്കെ പൂർണ്ണമായി എടുത്ത് മാറ്റിയല്ലോ. സമീപത്തെ ഒരു കെട്ടിടമാകുമ്പോൾ അതിനോട് അറ്റാച്ച്ഡായി കിടക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാവും. കാരണം നിബിഡമായ കെട്ടിടങ്ങളുടെ ഇടമാണ്. മറ്റു കെട്ടിടങ്ങൾക്കും സമാനമായ രീതിയിൽ ഒരു സുരക്ഷാ വീഴ്ച ഈ ഘട്ടത്തിലുണ്ടോ? അതൊക്കെ ബലപ്പെട്ട കെട്ടിടങ്ങൾ തന്നെയാണോ? എന്താണ് അവിടുത്തെ സ്ഥിതി നിലവിൽ? സുഹേൽ, ആദ്യം തന്നെ ഞാൻ കാണിക്കാം. ആ സ്ലാബുകളൊന്നും തന്നെ എടുത്ത് മാറ്റിയിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെയും പോകുകയുള്ളൂ. സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വലിയ കെട്ടിടമാണ് ഇവിടെ ഈ കാലപ്പഴക്കം ചെന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഓപ്പോസിറ്റ് സൈഡിലാണ് മറ്റ് കടകളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇവിടെ നിന്നും ഈ 2 ബൈക്കുകൾ ആ അടിയിൽ നമുക്ക് കാണാൻ കഴിയും. വലിയ സ്ലാബുകളുടെ അടിയിൽ 2 ബൈക്കുകൾ കിടക്കുന്ന കാണാം. അപ്പോൾ ഈ വാഹനങ്ങളും ഇതൊന്നും തന്നെയും ഇതുവരെ മാറ്റിയിട്ടില്ല. വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും വ്യാപാരികളുടെ ഭാഗത്ത് നിന്നും ഒപ്പം തന്നെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് അവർ പറയുന്ന കാരണങ്ങളിൽ ഒന്ന്, ഈ കാലപ്പഴക്കം എന്ന കെട്ടിടങ്ങൾ പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ നോട്ടീസ് കൊടുക്കുന്നു. പക്ഷേ ഈ നോട്ടീസിന് പലപ്പോഴും സ്റ്റേ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് പൊളിച്ചു മാറ്റാൻ നഗരസഭയ്ക്ക് ആകുന്നില്ല. അപ്പോൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു നിയമപ്രശ്നം
പ്രശ്നമുണ്ട് എന്നാണ് നഗരസഭ അധികൃതർ, കോർപ്പറേഷൻ അധികൃതർ നമ്മളോട് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. മറ്റൊരു ആരോപണം വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്, അതായത് ഈ കെട്ടിടങ്ങൾക്ക്, ചെറിയ കെട്ടിടങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റകുറ്റപ്പണികൾ വേണമെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ അതിന് അനുമതി നൽകുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.